അനു ജിജു എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി കൈയക്ഷരാണ്. നമസ്കാരം ശ്രീകാന്ത് സാർ, ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ അനു ജിജു ആണ്. എൻ്റെ വീട് എറണാകുളത്ത് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിനടുത്താണ്. ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കും, എനിക്കും ഇതുപോലെ ഒരു അനുഭവം പറയാൻ സാധിക്കണേ എന്ന്. ഈ വൈശാഖ മാസത്തിൽ പോയപ്പോൾ ഭഗവാൻ എനിക്കും ഒരനുഭവം തന്നു. ഞാൻ കൊടിമരച്ചോട്ടിൽ നിന്ന് മനസ്സുരുകി പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു മയിൽപ്പീലി തരുമോ എന്ന്. ഞാൻ തൊഴുതിറങ്ങി. വടക്കേ നടയിലുള്ള നാരായണാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള നാരായണീയ യജ്ഞസമിതിയിൽ നിന്നും ഒരു കണ്ണനെ വാങ്ങിച്ചു. ഞാൻ വാങ്ങിയ കണ്ണൻ്റെ പേര് സങ്കടമോചന ശ്രീകൃഷ്ണൻ എന്നാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കൂടെ സങ്കടമോചന ഭഗവത്ഗീത, ഉടയാട, ഒരു പാക്കറ്റ് കുന്നിക്കുരു, ഇത്രയും ഉണ്ടായി. അടുത്ത ദിവസം രാവിലെ കുളിച്ച് കണ്ണനെ പൂജാമുറിയിൽ വെച്ചു. അതിൻ്റെ കൂടെ ഉണ്ടായ ഭഗവത്ഗീത തുറന്നു. ഒരു മയിൽപ്പീലി ഇരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ ഭഗവാനോട് ചോദിച്ചായിരുന്നില്ലേ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മയിൽപ്പീലി തരാമോ എന്ന്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, അവരങ്ങനെ ഭഗവത്ഗീതയിൽ എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നതാണെന്ന്. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു കേട്ടോ. അവർ പറഞ്ഞു, അങ്ങനെ വയ്ക്കാറില്ല എന്ന് പറഞ്ഞു. എൻ്റെ പരിചയത്തിലുള്ളവർക്കൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അത് വാങ്ങിച്ച് ആർക്കും ഇതുവരെ മയിൽപ്പീലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ എൻ്റെ ഭഗവാനല്ലാതെ ആരാണ് തന്നത്? എൻ്റെ എല്ലാമാണ് എൻ്റെ ഗുരുവായൂരപ്പൻ. എൻ്റെ ഓരോ ശ്വാസത്തിലുമുണ്ട് അദ്ദേഹം. ഒരുപാട് നീണ്ടുപോയി എന്നറിയാം. സാർ, ഇതൊന്ന് ചുരുക്കി വായിക്കണം കേട്ടോ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. അങ്ങനെ മയിൽപ്പീലിയുമായിട്ടും വന്നുല്ലേ ഭഗവാൻ. അങ്ങനെയൊക്കെയാണ് നമ്മളെ തൊട്ട് നടക്കുകയാണ് ഭഗവാൻ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കാം. ഞാൻ ഗ്രൂപ്പിലേക്ക് വരാൻ പറയുന്നത് കുറച്ച് ആളുകൾക്ക് കൂടി ചാൻസ് ഉള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പിൽ പുതിയ ഗ്രൂപ്പ് തുടങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം പറ്റുന്നവർ വരിക കേട്ടോ. ഹരേ കൃഷ്ണ.